ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളിലേക്ക് ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് രാവിലെ നടക്കുന്ന കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ദേ ചേട്ടനാണെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, ജോലിക്ക് പോകാൻ റെഡി ആയിട്ട്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥ ആണെങ്കിൽ ഇന്ന് ഭയങ്കര മോശമാണ് കേട്ടോ. ഇന്ന് നല്ല മഴ ദിവസമാണെന്ന് തോന്നുന്നത്. മഴ ചെറുതായിട്ട് ഇങ്ങനെ തൂളുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടന് ഞാൻ ചായ എടുക്കാൻ വേണ്ടി പോവാണ്. ചേട്ടൻ റെഡിയായി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ലേറ്റായി ചായ വയ്ക്കാനും. അപ്പോൾ ചേട്ടൻ റെഡിയായി കഴിഞ്ഞപ്പോഴാണ് ചായ വയ്പ്പ് നടത്തുന്നത്. ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ. പിന്നെ ഇതെന്താ, ഇതെന്തിനാ? ചോറ് തിളപ്പിക്കാനുള്ള വെള്ളം. ഓക്കേ, എൻ്റെ മൂടിയല്ലേ എവിടെ ഇരിക്കണേ? ഉണ്ടായിരുന്നല്ലോ. ഇതാ ഇത് സ്വത്തട്ടിക്ക് അങ്കൻവാടിക്ക് പോകുമ്പോൾ സ്വത്തട്ടി സ്നാക്സ് കൊണ്ടുവന്ന പാത്രമാണ് കേട്ടോ. നമ്മൾ പട്ടിക്കാടിന്ന് മേടിച്ചതായിരുന്നു. ഇതൊരു സെറ്റായിട്ട് അട്ടക്കിട്ടിട്ടുണ്ടായിരുന്നേ. ഈ സെറ്റിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ചെറിയ ടീസ്പൂൺ ഉണ്ടായിരുന്നു. ഇത് 99 രൂപയായിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബോക്സിന്. ചെറിയ ഇത് കൂട്ടാൻ കൊണ്ടുപോകണ പാത്രവും പിന്നെ ഈ ഒരു വലിയ ബോക്സും. നല്ല പാത്രം കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള നല്ല പാത്രമാണ്. മമ്മി എവിടെ? മരുന്ന് കഴിച്ചു. കഷായം കുടിച്ചാ? കഷായം കുടിച്ചു മമ്മി. നമ്മളത് പാലും കുപ്പിയായിട്ടാണ് നിറഞ്ഞിരിക്കണത്. കുറേ ദിവസത്തെ പാലും കുപ്പിയാണ് ഇരിക്കണത്. നമ്മൾ ചേട്ടൻ്റെ അമ്മയുടെ അടുത്ത് പാല് മേടിക്കണം. അപ്പോൾ നമുക്ക് ഡെയിലി ഒന്നും കൊണ്ടെടുക്കാൻ പറ്റാത്ത കാരണം സ്റ്റോക്കായിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. മമ്മി ഇതാ പണിച്ചുകൊണ്ടിരിക്കണു. അമ്മയുള്ള ദിവസം എനിക്ക് മടിയാലേ പണിയാൻ. അമ്മയുള്ള ദിവസങ്ങളിൽ എനിക്ക് എണിക്കാനും മടിയാണ്, പണിയാനും മടിയാണ്. എണിക്കില്ല ഞാൻ. പിന്നെ അമ്മ രാവിലെ എണീക്കും, പണികൾ ചെയ്യും, നേരത്തെ എണീക്കും. മഴയായ കാരണം പിന്നെ രാവിലെ ഞാൻ നേരത്തെ എണീക്കണില്ല അല്ലേ? മടിയുണ്ടല്ലേ? അതെ, രാവിലെ എണീറ്റിട്ട് 2 പേർക്കൊന്നും പണികളൊന്നും ഇല്ല. ഞാൻ നേരത്തെ എണീക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പണി തീരും. അപ്പം അമ്മ വെറുതെ ഇരിക്കേണ്ടി വരും അല്ലേ? നേരെ വൈകിട്ട് എണീക്കും. ഇപ്പം രാവിലത്തെ പണികൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ചോറിനുള്ളത് വെച്ചിട്ടുണ്ട്. പിന്നെ കറി അമ്മ ഇന്നലെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പോൾ സാമ്പാറല്ല, ഇത് സ്വത്തൊട്ടിക്കുള്ള കഞ്ഞിയാണ്. പിന്നെ സാമ്പാർ ഇതാ ഇവിടെയാണ്. സാമ്പാർ ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ മുളക് ചമ്മന്തി. നല്ല ചമ്മന്തി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 2 മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഏട്ടന്. അപ്പോൾ പിന്നെ വീണ്ടും മേടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ മേടിച്ചു കൊടുന്ന. പിന്നെ ഇതാ നമ്മൾ മാന്തൾ വളർത്തത് ഉണ്ട്. പിന്നത്തെ അടുക്കളത്തെ കലാപരിപാടികളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇത് പിന്നെ അമ്മയുടെ മരുന്നാണ് കേട്ടോ, അമ്മ മരുന്ന് കുടിക്കുന്നതാണ്. പിന്നെ ഇത് ചായ, നമ്മൾ സ്വത്തൊട്ടി എണീറ്റ് കഴിഞ്ഞാൽ കുടിക്കാനുള്ള ചായ കേട്ടോ. നിർത്താം. അപ്പോൾ നമ്മുടെ ചോറ് ഇതാ വിസിലടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. വിസിലടിക്കുമോ? വിസിലടിച്ചു കേട്ടോ. നമ്മൾ 1 വിസിലാണ് കേട്ടോ അടുപ്പിക്കുള്ളൂ. അതായത് 2-3 ഗൈസ് അമ്മ പറഞ്ഞു നിർത്തണ്ടെന്ന്. അപ്പോൾ അതേ എൻ്റെ വാക്ക് പാഴ്വാക്കായി പോയിരിക്കുകയാണ്. അപ്പം ഞാൻ വീണ്ടും കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. കത്തിയിട്ടില്ല, ശരിക്കും കത്തിയിട്ടില്ല.
വിസിൽ മതിയല്ലോ. 4 വിസിലോ? ഏ 4 ചോറ് തളിച്ചു പോകും. തീ കുറച്ച് വയ്ക്കും. വെള്ളം തിളപ്പിച്ചിട്ട് വാർക്കുക. ഇന്നലത്തെ കുറച്ച് ചോറ് വേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ഒന്നല്ലെങ്കിൽ കുക്കുവിന് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ മീനിന് ഇട്ട് കൊടുക്കും കേട്ടോ. മീനിന് നമ്മൾ ചോറിട്ട് കൊടുക്കാറുണ്ട്. നമ്മുടെ മീൻ വളർത്തൽ കാണിച്ചിട്ടുണ്ടല്ലോ വീഡിയോ ആയിട്ട്. അപ്പോൾ അവർക്ക് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ കുക്കുവിന് കൊടുക്കും. കുറച്ച് ചോറ് കേട്ടോ, കുറച്ച് ചോറുള്ളൂ. വീഡിയോയിൽ കാണുമ്പോൾ തോനെ ചോറുള്ള പോലെ തോന്നും. കുറച്ച് ചോറുള്ളേ. പാട്ട് പാടണമെന്നില്ലേ? മുഖത്ത് സന്തോഷമില്ലല്ലോ. പിന്നെ സന്തോഷം വേണ്ടേ? ഇന്ന് നമ്മൾ പയറുപ്പേരിയാണ് കേട്ടോ. ഇന്നലത്തെ സാമ്പാറും പയറുപ്പേരിയും മാന്തളും അല്ലേ. ഈ കട്ടിംഗ് ബോർഡ് നാശമായി, വേറെ കട്ടിംഗ് ബോർഡ് മേടിക്കണം. കട്ടി കുറഞ്ഞതുണ്ടാവും, അത് മേടിച്ചാൽ മതി. കട്ടി കുറഞ്ഞ എന്തിനാണ്? ഇത് നന്നല്ല, ഭംഗിയില്ല. ചെളി ആയിക്കണം. ചെളിയല്ല, ഇതിങ്ങനെ കറുത്ത പാട് വന്നിരിക്കുക. ചെളിയല്ല അത്, ഇതിങ്ങനെ കത്തിയുടെ അതൊക്കെ പാട് കൊണ്ടിട്ട് ഇങ്ങനെ ആയി. നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചോറുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ മീനുകൾക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീട്ടുകൾ തിന്നണ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അടിയിൽ മീനുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ. ഇതിങ്ങനെ വെള്ളം ചാടുന്ന കാരണം മേലേക്ക് വരാത്തതാണ് കേട്ടോ. അകലേക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വന്ന് തിന്നും. അടിയിൽ വരുന്നുണ്ട് മീനുകളൊക്കെ. അതായത് മീനുകൾ ചത്തു പോയിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ ഈ ഒരു സംഭവം വെച്ചേക്കാണ് കേട്ടോ. അതായത് ഇങ്ങനെ വെള്ളത്തിന് അണക്കില്ലാത്ത കാരണമായിരിക്കും മീനുകൾ ചത്തു പോകണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ വെച്ചേക്കണത്. ഈ മീനുകളൊക്കെ ഉണ്ടല്ലേ, ആ ഒരു എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല, ഈ ഒരു സൈഡിൽ മൊത്തം മീനുകൾ ഒരു കറുപ്പ് കളറൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ മീനുകളാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അടിയിൽ വന്ന് കിടക്കണം കണ്ടോ, വെള്ള മീനൊക്കെ കണ്ടില്ലേ, വെള്ള മീൻ. അപ്പോൾ അവരിങ്ങനെ ചോറൊക്കെ കഴിക്കാൻ വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ സ്വത്തുട്ടി എണീറ്റിട്ടില്ല കേട്ടോ. സ്വത്തുട്ടി നല്ല ഉറക്കമാണ്. സ്വത്തുട്ടീനെ വിളിച്ച് നോക്കാം നമുക്ക്. കുഞ്ഞിട്ടിയേ, എനിക്ക് താത്ത പോണ്ടേ? എനിക്കിപ്പോ എനിക്കടാ, എനിക്ക് നേരം വെളുത്തു, മതി കിടന്നുറങ്ങിയത്. എനിക്ക് അയ്യോ മതി 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 കിടന്നുറങ്ങിയത്. ടാറ്റ പോണ്ടേ അങ്കമ്പാടി പോണ്ടേ നമുക്ക്? എനിക്ക് മുത്തേ, എനിക്കിടാ സത്തപ്പിയേ, എനിക്ക് വാ. സുത്തട്ടി നല്ല ഉറക്കാണ് കേട്ടോ. അപ്പോൾ സുത്തട്ടി കുറച്ച് നേരം കൂടി കടന്നോട്ടെ. സുത്തട്ടി കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കും അല്ലേ? പിന്നെ
കുറച്ച് നേരം കൂടി കിടന്നാൽ മതിട്ടാ. എന്താ സുഖം, എന്താ സുഖം താഴ്മതി കിടന്ന് ഉറങ്ങാൻ. എന്റെ സുഖം കല്ലിതി, എന്റെ സുഖം കല്ലിതി കരുത് പഠിക്കാൻ. അയ്യോ അയ്യോ തണുക്കണേ തണുക്കണേ. പറ്റി നല്ല ഉറക്കാണ് കേട്ടോ. ചീച്ചിട്ട് കിടന്ന് ഉറങ്ങാണ്. കല്ലേ ചീച്ചിട്ട് കിടന്ന് ഉറങ്ങാണ്. സ്വത്തക്ക് കുറച്ചേരം കൂടി കിടന്നു കേട്ടോ. സ്വത്തക്ക് കുറച്ചേരം കൂടി കിടന്നു. സ്വത്തക്ക് കുറച്ചേരം കൂടി കിടന്നു കേട്ടോ. അംഗൻവാടി പോണ്ടേ മടി കുട്ടിയെ? എനിക്കെങ്ങനെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഇങ്ങനെ ഉഷാറായിട്ട് എനിക്ക് വീണ്ടും ചാച്ചു ഇറങ്ങിയിരിക്കുകയാണ്. സ്വത്തട്ടി ഇതപ്പ ചിരിക്കും കേട്ടോ. ഇപ്പൊ ചിരിക്കും സ്വത്തട്ടി, ഇപ്പൊ ചിരിക്കും. സ്വത്തട്ടി ചിരിക്കടാ, ചിരിക്കടാ. സ്വത്തട്ടി ചിരിക്കടാ, ചിരിക്കണ മുത്തേ. സ്വത്തട്ടി ഉറക്കത്തിലാട്ടാ ഇറങ്ങാണ് സ്വത്തട്ടി. സ്വത്ത് ഉറങ്ങിക്കോട്ടെ. കള്ളക്കുട്ടി സ്വത്തട്ടിയുടെ കിടപ്പ് കണ്ട. ആകെ പുതച്ച് മൂടിയിട്ടാണ് കിടക്കണത് കണ്ട. സ്വത്തട്ടി പുതപ്പ് മാറ്റിയടാ, പുതപ്പ് മാറ്റുമല്ലേ. സ്വത്തട്ടി പുതപ്പ് മാറ്റിക്കേ. എവിടെ വിളിച്ചിരിക്കണോ നോക്കട്ടെ. സ്വത്തട്ടിയെ വിളിച്ചിരിക്കണോ നോക്കട്ടെ. സ്വത്തട്ടി വിളിച്ചിരിക്കണോ നോക്കട്ടെ. കിരികിരി ചിരിച്ച് കിടക്കണ് കള്ളക്കുട്ടി ചിരിച്ച് കിടക്കണേ. അമ്മ കളിക്കാം. കളിച്ചു മതിയാ മഴയാണ് പുറത്ത്. നല്ല മഴ മഴയാണ്. സത്തമ്മക്ക് സങ്കടമുണ്ടോ? എന്തിനാ സങ്കടം? അംഗൻവാടി പോണല്ലോ. എന്തിന്? ചത്ത് കളിക്കാൻ പോവല്ലേ? പഠിക്കാനല്ല കളിക്കാൻ പോവാ. വലിയ കുട്ടിയാകുമ്പോഴാണ് പഠിക്കാൻ പോവാ. അപ്പൊ ചേട്ടന്മാരൊക്കെ പോണ പോലെ വണ്ടിയിൽ പോവാ സ്വത്തിന്. സ്പീഡിൽ പോവൂലേ? വേഗം പോവും സ്വത്ത്. വേഗം സ്കൂളിലൊക്കെ എത്തും. അയ്യേ ചെളിയുണ്ട് അവിടെ. മുങ്ങി പോവൊന്നുമില്ല. അയ്യോ ഇവിടെ മൊത്തം വെള്ളാലോ. നമ്മളെന്ത് ചെയ്യും? ആ വണ്ടി പോയിട്ട് പോവാ അല്ലേ? വണ്ടി പോയി. സ്വത്ത് നോക്കടാ, ഇത്ര തോനെ വെള്ളാന്ന് റോട്ടില്. തോനെ വെള്ളം ഉണ്ടല്ലേ? അയ്യോ ബാക്കിൽ വണ്ടി വരുന്നു. ഓടിക്കോ. വണ്ടികള് കാണാല്ലേ? സ്വത്തിന് കാണാല്ലേ വണ്ടികള്? വണ്ടികള് കരയാണ്ടിരിക്കണം കേട്ടാ. കരയാണ്ടിരിക്കില്ലേ? കളിക്കണം കേട്ടോ. കൂട്ടുകാരുടെ കൂടെ കളിക്കണം കേട്ടോ. കുറച്ച് നേരം ഇരുന്നാൽ മതി ഇന്ന് കേട്ടോ. അപ്പോഴേക്ക് ഉച്ചക്ക് സ്വത്തുട്ടീനെ കൂട്ടാൻ വേണ്ടിയിട്ട് അമ്മൂമ്മ വരും കേട്ടോ. അപ്പോൾ സ്വത്തുട്ടി അപ്പോൾ സ്വത്തുട്ടി ഇതാ അമ്മമ്മ വരും. ഉച്ച വരെ ഇരുന്നാൽ മതി കേട്ടോ. ചാച്ചു ഒന്നും ഉറങ്ങണ്ടെന്ന് കേട്ടോ. അപ്പം അമ്മമ്മ വന്ന് അമ്മമ്മ കൂടെ വരാം കേട്ടോ.
കുട്ടീനെ അങ്കൻവാടിയിലാക്കി ദേ വന്നു. ഇന്ന് വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. വിഷമമുണ്ട് ആളുടെ ഉള്ളിൽ, പക്ഷെ ഇന്ന് കരഞ്ഞൊന്നുമില്ല കേട്ടോ. മറ്റേത് ഭയങ്കര കരച്ചിലൊക്കെയാണ് ഉണ്ടാവാറ്. സെറ്റായി വരുന്നത് തോന്നുന്നു കേട്ടോ. അപ്പം അങ്ങനെ സെറ്റായിട്ട് വരട്ടെ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് സമാധാനമുള്ളൂ. അല്ലാണ്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കും അവനോട് ആക്കി വരുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണല്ലോ. അപ്പോൾ അത് കാരണം ഇന്ന് പ്രത്യേകിച്ച് വലിയ വിഷമമൊന്നും ഉണ്ടായില്ല. ഉമ്മയൊക്കെ തന്നു, അമ്മ പുറത്തിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്തിരിക്കുന്നുണ്ട്. അതായത് അംഗൻവാടി എന്തായാലും കുട്ടികളുള്ള കാരണം ഡോറൊക്കെ അടച്ചിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ അമ്മ പുറത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പാവം കളിക്കുന്നുണ്ട്. വിഷമമൊന്നും ഇന്ന് ഉണ്ടായില്ല. അപ്പോൾ മനസ്സിന് ഒരു സമാധാനമുണ്ട്, സങ്കടമുണ്ട് കേട്ടോ. കാരണം ഉള്ളിൽ അത്രയ്ക്കും വിഷമവും സങ്കടവും ഒതുക്കിയിട്ടായിരിക്കും നമ്മുടെ അടുത്ത് ചിരിച്ച് കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ പിന്നെ കുറച്ച് സമാധാനം കിട്ടിയെന്ന് പറയാം കേട്ടോ. ഒന്ന് സെറ്റായി കിട്ടി കഴിഞ്ഞാൽ നമുക്കും ഒരു സമാധാനമാണല്ലോ. കാരണം ഇവിടെ ഇരുന്നാലും അവന് വേറെ കളിക്കാൻ കൂട്ടുകാരൊന്നും ഇല്ല. അവിടെ പോയി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഉണ്ടല്ലോ. സെറ്റായി വരണം, കുറച്ച് ടൈം എടുക്കുമായിരിക്കും. അപ്പോൾ എന്തോ അമ്മമാർക്ക് എപ്പോഴും ഒരു നീറ്റിലായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഇനി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ കേട്ടോ. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. വർക്കിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഇരുന്ന വഴിക്ക് ഞാൻ കടയിലൊന്ന് കയറിയിട്ടോ. പപ്പടമൊക്കെ ഒന്ന് മേടിക്കണമായിരുന്നു. പിന്നെ കോഴിമുട്ട മേടിച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ണിക്ക് എന്തെങ്കിലുമൊക്കെ അതേപോലെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവന് ഇപ്പോഴാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. മറ്റേത് അവന് ബേക്കറീസ് ഐറ്റംസ് ഒന്നും കൊടുക്കണ്ടായിരുന്നു. സ്വത്തൊട്ടിക്ക് അങ്ങനെ അങ്ങോട്ട് ബേക്കറി ഐറ്റംസ് ഒന്നും ഞാൻ കൊടുക്കാറില്ല കേട്ടോ. ഇപ്പോൾ കൊടുത്തു തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗൻവാടിയിൽ പിള്ളേർ ഇപ്പോൾ സ്നാക്സ് ആയിട്ട് കൊണ്ടുവരുന്നത് ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. അപ്പോൾ അവർ തിന്നുമ്പോൾ സ്വത്തൊട്ടി വെറുതെ ഇരിക്കണ്ടേ. വെറുതെ അതല്ല, എന്താ സംഭവം എന്ന്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് കഴിക്കുമ്പോൾ അവർ കഴിച്ചോളൂല്ലോ. അവർക്ക് കഴിക്കാനും ഇഷ്ടം തോന്നും, ഇൻട്രസ്റ്റ് ഒക്കെ ആവും. അപ്പോൾ അത് കാരണം അങ്ങനെ മേടിക്കുന്ന കേട്ടോ ഓരോ സാധനങ്ങൾ. അല്ലാണ്ട് ഞങ്ങളിവിടെ ഐറ്റംസ് അങ്ങനെ മേടിക്കാറേ ഇല്ല. വല്ലപ്പോഴും വല്ല എരിവുള്ള മിച്ചർ മേടിച്ചതായി അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങളങ്ങനെ ബേക്കറി ഐറ്റംസ് കഴിക്കുന്ന ആൾക്കാരൊന്നുമല്ല കേട്ടോ. അപ്പോൾ സ്വത്തൊട്ടിക്ക് വേണ്ടി മേടിച്ച. പിന്നെ എനിക്കിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ബെൻഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. വിശക്കുണ്ട്, ചോറുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ കടയിൽ കയറിയപ്പോൾ എനിക്കൊന്ന് കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ മേടിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കഴിക്കണം. വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. കറണ്ട് പോയിട്ടോ. ഞാൻ ഒരു ബെല്ല് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ബെല്ലാ തോന്നുന്നു. അപ്പോൾ ഒരു ബെല്ല് എടുക്കണ്ട് കഴിക്കാൻ. ബെല്ല് കഴിച്ചിട്ട് വേണം വർക്ക് ചെയ്യാതിരിക്കാം. വർക്കിൻ്റെ ഇടയിൽ നമുക്ക് തിന്നാനുള്ള കൈ ഉണ്ടാവില്ല. ഒരു കൈ മൗസിലും ഒരു കൈ കീബോർഡിലായിരിക്കും. അപ്പോൾ അത് കാരണം കഴിച്ചിട്ടിരിക്കണമായിരിക്കും നല്ലത്. ഇപ്പോൾ കറണ്ട് വന്നു. ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെറുപ്പത്തിൽ തിന്നാറേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഞാൻ കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. മറ്റേത് ഇങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് കണ്ടുകൂടാ. മധുരം എന്ന് പറഞ്ഞ സാധനം ഞാൻ തൊട്ടുപോലുമില്ല. അങ്ങനെയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, നേരെ തിരിച്ചാണ് കേട്ടോ. മധുരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഞാൻ ഉപ്പായിട്ടുള്ള റിലേറ്റിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലായിട്ട് കഴിക്കുക കേട്ടോ. നമ്മുടെ ബ്രെഡ് തീറ്റ കഴിഞ്ഞു കേട്ടോ. ബ്രെഡല്ല, ബന്ന് തീറ്റ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ മേക്കപ്പ് ഒന്നും ഇടാറില്ല കേട്ടോ. അത് കാരണം എൻ്റെ മുഖം അങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നത്. പൗഡർ ഇപ്പോൾ കുറേശ്ശായിട്ട് ഞാൻ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലാണ്ട് ഞാനങ്ങനെ മേക്കപ്പ് ഇട്ട് നടക്കുന്ന ആളല്ല കേട്ടോ. അപ്പം അത് കാരണം എൻ്റെ ഫേസ് മറ്റുള്ളവരെയൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡള്ളായിട്ടും ഭംഗിയൊന്നും ഉണ്ടാവില്ല. നാച്ചുറലാണ് എൻ്റെ ഈ ഒരു സംഭവം എന്ന് പറയണത്. അപ്പോൾ ഇനി വർക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ഓഫീസിലേക്ക് ഒന്ന് വിളിക്കണം. സാറിനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സാറല്ല, ചേട്ടനെ വിളിക്കണം. ഞാൻ ജോലി ചെയ്യുന്ന ഏത് കമ്പനിയിലാണെങ്കിലും അവിടുത്തെ ആൾക്കാരെ സാറ് തന്നെ വിളിക്കുക കേട്ടോ. നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. മുതലാളിമാരെ നമ്മൾ സാറ് ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് നമ്മൾ സാറ് തന്നെ വിളിക്കുന്നത്. പക്ഷേ
എനിക്ക് അങ്ങനത്തെ 2 മുതലാളിമാരായിട്ട് ഉണ്ടായിട്ടുള്ളൂ. ഒരു മുതലാളി, അതായത് കല്യാണം കഴിയുന്നതിന് മുന്നേ വർക്ക് ചെയ്ത സ്ഥലത്തൊരു മുതലാളിയുണ്ട്. ആ ചേട്ടനെ അതെ സാറ് എന്ന് വിളിച്ചപ്പോൾ സാറോ ആര് സാറ് ഞാനോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു വിളി അതോടുകൂടി അവസാനിപ്പിച്ചു. പിന്നെ ചേട്ടാ ചേട്ടൻ തന്നെ. അതേപോലെ തന്നെ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ആളെ സാറെന്ന് വിളിച്ചപ്പോൾ സാറോ ബിജു സാറോ എന്നൊക്കെ ഇങ്ങനെ ഇതുള്ളൂ. സാറെന്ന് വിളിക്കണ്ട, സാറെന്ന് വിളിച്ചെങ്കിൽ തെറിയേക്കുമെന്നൊക്കെ പറയുക. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആ വിളിയില്ല. അപ്പോൾ ചേട്ടാ അപ്പം ഞാൻ ആളെ വിളിക്കണം, ആളെ വിളിച്ചിട്ട് എനിക്കൊരു വർക്ക് തരാണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വിളിക്കട്ടെ, എന്തായാലും അർജൻറ്റ് വർക്കാന്ന് തോന്നുന്നു. ശരി ടാറ്റ ബൈ ബൈ. അപ്പോൾ ഞാൻ ബെന്നി കഴിക്കണതിൻ്റെ മുന്നേ ആയിട്ട് മരുന്ന് കഴിക്കാണ്ടായിരുന്നു. അപ്പോൾ മരുന്ന് കഴിച്ചിട്ട് മറന്നു പോയിട്ടോ. ഭക്ഷണത്തിന് മുന്നേ ഉള്ള മരുന്നായിരുന്നു. ഞാൻ എൻ്റെ വിശപ്പിൻ്റെ ഒരു ഇതിൽ ഞാൻ കഴിച്ചു പോയി. എന്തായാലും കഴിച്ചേക്കാം. എന്തായാലും ഭക്ഷണത്തിന് മുന്നേ രാവിലെ ഒരെണ്ണേ കഴിക്കാവുള്ളൂ. അപ്പോൾ അത് കഴിച്ചേക്കാം. എനിക്കറിയാൻ പാടില്ല കേട്ടോ, ഭക്ഷണം നമ്മൾ ഭക്ഷണത്തിന് മുന്നേ കഴിക്കേണ്ട ഗുളിക ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ച് കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും കഴിക്കാം. 5 ദിവസത്തിന് മരുന്ന് എഴുതി തന്നേക്കണം. 5 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ മാറിയാലും മാറിയില്ലെങ്കിലും നമുക്ക് അതിൻ്റെ നെഞ്ചിൻ്റെ ഒരു എക്സ്റേയും പിന്നെ അതേപോലെ തന്നെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ആൾ പറഞ്ഞിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇപ്പോൾ മരുന്ന് കൃത്യമായിട്ട് നമുക്ക് കഴിക്കണം. പക്ഷേ ഇന്നിപ്പോൾ ഭക്ഷണത്തിന് മുന്നേ കഴിക്കാനുള്ളത് ഭക്ഷണം കഴിച്ചിട്ടാണ് കഴിക്കണം കേട്ടോ. ബാക്കിയൊക്കെ ഈ പറഞ്ഞ പോലെ ആഹാരശേഷമാണ്. ഒരു 4 ഗുളികയുണ്ട്. ബാക്കിയൊക്കെ ആഹാരത്തിന് ശേഷമാണ്. അപ്പോൾ എന്തായാലും ഒരുമിച്ച് കഴിക്കാനായിരുന്നു നല്ലത്. ഞാൻ ഒരെണ്ണം എടുത്തുള്ളൂ. സ്വത്തുറ്റി ഉണ്ടെങ്കിൽ സ്വത്തുറ്റി ആട്ടോ എനിക്ക് ഗുളികയൊക്കെ എടുത്തു തരിക. സ്വത്തുറ്റിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ഗുളിക എടുത്ത് തരുന്നതും നമ്മളെ പരിപാലിക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാട്ടോ. നോക്കും ഇങ്ങനെ വയ്യാതായി കിടന്നാലും നോക്കും. വയസ്സാം കാലത്തുള്ള സംഭവമൊന്നും ഞാനിപ്പോൾ ചിന്തിക്കണില്ല. പക്ഷെ നമുക്കൊക്കെ വയ്യാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല ഒഴിഞ്ഞ് തരാനും എനിക്ക് ചെയ്തു തരാറുണ്ട് കേട്ടോ. നമ്മളെ അമ്മമാർക്ക് വയ്യാന്ന് അറിയുമ്പോൾ അത് പെൺകുട്ടികളൊന്ന് മാത്രമല്ല കേട്ടോ, ആൺകുട്ടികളും വന്നിട്ട് നമ്മൾ ശുശ്രൂഷിക്കും. അത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ വയ്യായൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പമ്പ കിടക്കും. ചെറിയ കുട്ടിയാണെന്ന് വിചാരിക്കരുത്. നമ്മൾ അവർക്കും ഒരു വലിയ സ്ഥാനം കൊടുത്താലാണ് നമുക്ക് അവർ വലിയ സ്ഥാനമൊക്കെ തരുള്ളൂ. അപ്പോൾ 4 ഗുളിക എടുത്തിട്ടുണ്ട്. 4 ഗുളിക ഒറ്റ ട്രിപ്പിന് കഴിക്കാം. അതാണ് എൻ്റെ ശൈലി. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ചേട്ടനെ വിളിച്ചപ്പോൾ എടുത്തില്ല ആൾ ഫോൺ കേട്ടോ. അതിന് ആൾ ഫോൺ കട്ട് ചെയ്യുക ചെയ്തത് എന്താണെന്ന് അറിയില്ല. അപ്പം ഞാൻ എന്തായാലും കമ്പ്യൂട്ടറൊക്കെ ഒന്ന് ഓണാക്കട്ടെ. എനിക്ക് എപ്പോഴും എൻ്റെ അടുത്ത് ഒരു ബുക്കും പേനയും ഉണ്ടാവണം കേട്ടോ. അതായത് വർക്ക് വരുമ്പോൾ നമുക്ക് അതിന് സൈസും മാറ്ററും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എഴുതിയെടുക്കാനുണ്ടാവും. അപ്പോൾ അത് കാരണമാണ് ബുക്കും പേനയും ഇവിടെ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ചേട്ടനെ വിളിച്ചു കേട്ടോ, അതായത് സാറിനെ വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ സാറ് ഞാൻ സാറ് തന്നെ കേട്ടോ. എനിക്ക് മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോഴേ ഞാൻ സാറെന്ന് തന്നെ വിളിക്കുള്ളൂ പറയുള്ളൂ. അല്ലാണ്ട് ആ ചേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവർക്കൊരു റെസ്പെക്റ്റും വിലയും കൊടുത്തിട്ട് വേണ്ടേ നമ്മൾ സംസാരിക്കാൻ. അപ്പോൾ അത് കാരണം ഞാൻ സാറെന്ന് തന്നെ പറയാറുള്ളൂ. അപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ സാറ് കോൾ കട്ട് ചെയ്യാട്ടോ ചെയ്തത്. അപ്പോൾ അത് കാരണം എന്താണെന്ന് അറിയില്ല, അവിടെ ചിലപ്പോൾ തിരക്കായിരിക്കും. അപ്പോൾ തിരക്ക് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കും. അപ്പോൾ എനിക്ക് ഇവിടെ ചെയ്യാൻ വർക്കൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ആൽബം വർക്കാണ്. അതിപ്പോൾ രാവിലെ ഇപ്പം ഞാൻ കുറച്ച് സമയം എൻ്റെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ രാത്രി അതിരുന്ന് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുക. കാരണം സ്വത്തുട്ടിയിലൊക്കെ ഉണ്ടാക്കാനുള്ള സമയവും കാര്യങ്ങളൊക്കെ എനിക്ക് ദൈവത്തിൻ്റെ ഒരു സഹായം, അതായത് ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക അനുഗ്രഹം എന്തോ കൊണ്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ ഒരു ജോലി എനിക്ക് ദൈവം തന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇങ്ങനത്തെ ഒരു മുതലാളിനും കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. കാരണം അത്രയ്ക്കും ആളും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളതിനനുസരിച്ച് ചെയ്തു കൊടുക്കേണ്ട എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം ആയിരിക്കാം, എന്താണെന്നറിയില്ല, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ എന്താ പറയുക, ഒരു സന്തോഷമാണ്. എനിക്കിങ്ങനെ വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 10 രൂപയെങ്കിൽ 10 രൂപ എൻ്റെ ചേട്ടന് സഹായിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നെങ്കിൽ, അല്ലെങ്കിൽ കടം വീട്ടാൻ, ഇവിടുത്തെ കടങ്ങളായാലും എൻ്റെ സ്വർണ്ണമൊക്കെ പണയത്തിലാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് എടുക്കണം. അപ്പോൾ അതെടുക്കാനായാലും എന്നെ കൊണ്ട് പറ്റാവുന്നത്, അതായത് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു മാസം ഒരു 10 രൂപ കിട്ടുന്ന വെച്ചാലും അത് എന്നെ കൊണ്ട് പറ്റുന്നത് എൻ്റെ ചേട്ടനെ സഹായിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും
ചേട്ടന് ആ ഒരു ബാധ്യത വരില്ലല്ലോ. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് സ്വർണം പണയം വെച്ചേക്കുന്നത്. ആ സ്വർണ്ണം എടുത്തതും ഞാനും എൻ്റെ അമ്മയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് സ്വർണ്ണം എടുത്തേക്കണത്. ആ സ്വർണ്ണമാണ് പണയം വെച്ചേക്കണത്. അപ്പോൾ അതൊക്കെ എടുക്കണം. എൻ്റെ താലിമാല ആയാലും എൻഗേജ്മെൻറ്റിന് ഇട്ടിട്ടുള്ള വള ആയാലും ഒക്കെ പണയത്തിലാണ്. അതൊക്കെ എടുക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. കാരണം കല്യാണം കഴിഞ്ഞ് അത്രയ്ക്കും നാളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. താലിമാല ആയാലും വളയാലും പണയം വയ്ക്കുമ്പോൾ, അതായത് ഏതൊരു പെൺകുട്ടികൾക്കും താലിമാല വള എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നമ്മൾ കയറ്റിലിട്ട് നടക്കുന്നത്. വീട്ടിലിരിക്കുന്നവർ പ്രത്യേകിച്ച്, പുറത്ത് പോകുന്നവർക്ക് പിന്നെ ചെറിയ മാല ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ജോലിക്ക് പോകുന്നവർക്ക്, വീട്ടിലിരിക്കുന്നവർക്കെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതാണ് നമ്മുടെ താലിമാല ആയാലും വള ആയാലും. നമുക്ക് ഇഷ്ടമാണല്ലോ ഓർണമെൻറ്റ്സ്. അതുപോലെ ഗോൾഡ് എന്നൊക്കെ പറയുന്നത് നമുക്ക് പെൺകുട്ടികൾക്ക് ഒഴിച്ചുകൂടാനാകാത്തൊരു സംഭവമാണ്. ഇഷ്ടമുള്ളൊരു കാരണമാണ്. ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. ചിലർക്ക് ഇങ്ങനെ ആഭരണങ്ങൾ ഇട്ടിട്ട് നിൽക്കുന്നത് ഇഷ്ടമൊന്നായിരിക്കില്ല. എനിക്കങ്ങനെ ഫുള്ള് ആഭരണങ്ങൾ ഇട്ടിട്ട് നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ താലിമാല ആയാലും നമ്മുടെ വളയിലും കാര്യങ്ങളൊക്കെ ആയാലും ഇങ്ങനെ ഇട്ടിട്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എല്ലാവരും ഇങ്ങനെ നമുക്ക് റിലേറ്റീവ്സൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ഇതേപോലെ അവരുടെ താലിമാല ആയാലും വളയും ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എല്ലാവർക്കും ഓരോ ജീവിത സാഹചര്യങ്ങളായിരിക്കില്ലല്ലോ. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്നത് എനിക്ക് ചെയ്തിട്ട് അതൊക്കെ നടക്കണം, ഓരോന്നോരോന്നായിട്ട് എടുക്കണം. എനിക്കുണ്ട് കേട്ടോ. അതാ പ്രേംചേട്ടൻ്റെ പൈസ കൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് ജീവിച്ചു പോകാം മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 രൂപ ഉണ്ടെന്ന് വേണ്ട കാര്യമില്ല. പക്ഷെ ചിലവും കാര്യങ്ങൾ വരുമ്പോൾ 1000 രൂപ എങ്ങനെയാണ് പോകണമെന്ന് അറിയുന്നില്ല. ചിലവിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ചിലവുമില്ല, കാര്യങ്ങളും ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഇപ്പോൾ എന്തെങ്കിലും മീൻ മേടിച്ച് കഴിഞ്ഞാൽ മീൻ മേടിക്കും, അത് 100 രൂപയ്ക്കേ മേടിക്കുള്ളൂ. അത്രേ മേടിക്കുള്ളൂ, 100 രൂപയ്ക്ക് തന്നെ മേടിക്കുള്ളൂ. ഇപ്പോൾ കിലോന് 240 250 രൂപയാണെങ്കിലും 100 രൂപയ്ക്ക് മതി എന്ന് തന്നെ പറയുള്ളൂ. ചില സമയങ്ങളിൽ ഭാഗ്യത്തിന് 100 രൂപയായിരിക്കും കിലോയ്ക്ക് ഉണ്ടാവുക. അപ്പം അങ്ങനെ മേടിക്കും. അങ്ങനെയൊക്കെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ ചിലവും കാര്യങ്ങൾക്കും അങ്ങനെ പൈസയൊന്നും വരുന്നൊന്നുമില്ല. പിന്നെ കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ സവോള, തക്കാളി, പിന്നെ അങ്ങനത്തെ വീട്ടിലേക്കുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ പൈസ പോകുന്നത് അറിയില്ല. കാരണം നമ്മൾ ഡെയിലി സാധനങ്ങൾ മേടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മാസത്തേക്കുള്ള സ്റ്റോക്കൊന്നും നമ്മൾ മേടിച്ച് വയ്ക്കാറില്ല. ഡെയിലി നമ്മൾ മേടിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെയാണ്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയാറുണ്ട്, നമ്മൾക്ക് ഒരു മാസത്തേക്കുള്ള സംഭവങ്ങൾ മേടിച്ച് വയ്ക്കാം. ഈ കടല, പയർ, മുതിര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഈ കടയിൽ പോകുന്നത് ഒഴിവാക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ പൈസ നമുക്ക് കുറച്ച് എടുത്ത് വയ്ക്കാമെന്നൊക്കെ. പക്ഷെ എന്തോ ആൾക്ക് അതിനോട് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നാശമായി പോവും, കേടായി പോവും എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ അത് നമ്മൾ ഒരു മിനിറ്റ് ഒരു കോൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടൊന്നും മേടിച്ച് വെക്കാറൊന്നുമില്ല. ഇനിയിപ്പോൾ അതേപോലെ ചെയ്യണം. കാരണം ഒരാഴ്ചയ്ക്ക് ഉള്ളതെങ്കിൽ നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ കിട്ടുന്ന ഒരു ആഴ്ചയിൽ ഇപ്പോൾ ഒരു 5000 രൂപ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊരു 1000 രൂപ പോയാലും ബാക്കിയൊരു 4000 രൂപ ഉണ്ടാവുമല്ലോ. ഞാൻ ഐഡിയാസൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷേ കേൾക്കണ്ടേ, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ എന്താ പറയുക, ചേട്ടനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചേട്ടൻ ഗൾഫിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കല്യാണത്തിന് ശേഷം കൊറോണയൊക്കെ ആയതിനു ശേഷം പോകാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ ഈ മരപ്പണിക്ക് കൂലിയുണ്ട്, അതുകൊണ്ടാണ് ആൾ പോകുന്നത്. ഞാൻ പറയും ഇങ്ങനത്തെ വലിയ പണിക്കൊന്നും പോകണ്ട, വേറെ എന്തെങ്കിലും ഇതേപോലെ കടയിലൊക്കെ നിൽക്കുക. അപ്പം നമുക്ക് മാസത്തിലെങ്കിലും ഇപ്പോൾ ഒരു 15 രൂപ 20 രൂപ കിട്ടുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ കുറച്ച് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചിലവാക്കുള്ളൂ. അപ്പോഴാണ് നമ്മൾ ചിലവാക്കലൊക്കെ പഠിക്കുള്ളൂ. അതായത് ഇപ്പോൾ കടയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് രൂപ കുറച്ച് നമുക്ക് സേവ് ചെയ്യാനും പറ്റും. നമ്മൾ ആവശ്യങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നടക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഓരോരുത്തർക്കും ഓരോ ജോലിയോടുള്ള താല്പര്യമാണ്. ഇപ്പോൾ എനിക്ക് ഈ വർക്കിനോട് താല്പര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ചെയ്യുന്നു. എൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോൾ ചേട്ടനും. അപ്പോൾ അത് കാരണം ഞാൻ നിർബന്ധിക്കാറൊന്നുമില്ല. നമ്മൾക്കിങ്ങനെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഇതേപോലെ എനിക്കറിയില്ല കേട്ടോ. കാരണം ചേട്ടൻ മരപ്പണിക്ക് പോകുന്ന ആളാണ്. ഈ പണികളൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഇതേപോലെ മരപ്പണിക്ക് പോകുമ്പോൾ പന്താണി വെക്കൂലോ, അതായത് വലിയ തടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ തോളത്ത് വയ്ക്കുമ്പോൾ ഞാൻ സത്യം പറയാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം എന്താ പറയുക, എൻ്റെ അച്ഛൻ്റെ മരപ്പണിയാണ് ഞാൻ, പക്ഷേ അങ്ങനെ പണികളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ മരപ്പണി എന്താണെന്ന് അതിന് കൂടുതൽ എന്തൊക്കെയാണ് സംഭവങ്ങളെന്നൊക്കെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് വന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ അറിയണത്. അപ്പോൾ ശരിക്കും എൻ്റെ അച്ഛൻ്റെ കയ്യിലുണ്ടാകുന്ന തഴമ്പും കാര്യങ്ങളൊക്കെ ഉള്ള പോലെ തന്നെ ചേട്ടൻ്റെ ഇപ്പോഴത്തെ കയ്യും കായൊക്കെ കാണുമ്പോട്ടെ. കാരണം നല്ല തഴമ്പും, അതായത് ഈ തടിയൊക്കെ പിടിച്ചിട്ടും വെട്ടലും പിടികളൊക്കെ അല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള
ഒരിതുണ്ടാവുമല്ലോ, അതൊക്കെയാണ്. അപ്പം എനിക്ക് സംഭവം ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വിഷമാട്ടാ. ഇനിയിപ്പോൾ അഥവാ ഈ പറഞ്ഞ പോലെ ചേട്ടന് പണിയില്ലെങ്കിലും ഞാൻ പണിക്ക് പോയിട്ടാണെങ്കിലും എൻ്റെ ചേട്ടനെ നോക്കും. അത് ഇപ്പോൾ ആരെന്ത് പറഞ്ഞിട്ടാണെങ്കിലും ഞാനത് നോക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാനൊക്കെ. പക്ഷേ സ്നേഹം കിട്ടണം എനിക്ക്, അത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിന് തിരിച്ചൊന്നും പ്രതിഫലമൊന്നും എനിക്ക് വേണ്ട, പക്ഷേ സ്നേഹിച്ചാൽ മതി, അത്ര മാത്രം മതി, അത്രയേ ഉള്ളൂ. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും, എല്ലാ ഭാര്യമാരും അങ്ങനെ തന്നെയാവും ചിന്തിക്കുന്നുണ്ടാവുക. പിന്നെ ഇപ്പോൾ കുറച്ചും കൂടി ആൾക്കാർ മുൻകൂട്ടി ചിന്തിക്കാനായിട്ട് തുടങ്ങി. പെൺകുട്ടികളാണെങ്കിലും അവരവരുടെ കാര്യം നോക്കണം, അവർ ഏൺ ചെയ്യുന്നു, അത് അവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആൺകുട്ടികൾ ഏൺ ചെയ്യുന്നു, അത് അവർക്ക് വേണ്ടിയിട്ട്. പിന്നെ ചിലർ മാത്രമാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ഇതിലായിട്ട് മുന്നോട്ട് പോകുന്നവരൊക്കെ ഉള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ തോന്നല് പറഞ്ഞതാണ് കേട്ടോ. എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യണ കാരണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒറ്റപ്പെട്ടിട്ട് ഒരു ഇതും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വന്നേനെ. പക്ഷെ വർക്ക് ചെയ്യണ കാരണം എന്താണെന്നറിയില്ല, ഭയങ്കര കോൺഫിഡൻറ്റ്, ഭയങ്കര സന്തോഷം. ദൈവമേ വർക്ക് പോവല്ലേ ഈശ്വര ആരുടെയും കണ്ണു വെച്ചിട്ട്. കാരണം നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ മനസ്സ് തുറന്ന് പറഞ്ഞു ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നതാണ് പറയാറ് കേട്ടോ. ദൈവമേ ഞാനെങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ ഭഗവാന്. കാരണം നമുക്ക് ശത്രുക്കളാണ് കൂടുതലും അല്ലേ. ഒരാൾ നിന്നവിടുത്ത് ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എന്തെങ്കിലും ചെയ്തിട്ട് അവരെ സന്തോഷം കെടുത്തുക എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് പലരും. അപ്പോൾ പറഞ്ഞ പോലെ അങ്ങനെയൊന്നും ചെയ്യല്ലേ ദൈവം, എങ്ങനെയൊക്കെ ജീവിച്ച് വെക്കട്ടെ. വലിയ ആർഭാടൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ കഞ്ഞി കുടിച്ച് ജീവിച്ച് പോകുന്നുണ്ട്. മഴ വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. സാധ്യത നല്ല മഴ പെയ്യും. അപ്പോൾ എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇപ്പം എന്തോ കൂടുതൽ ഇടിയൊന്നും വെട്ടുന്നില്ല, അത് കാരണം സമാധാനം. അത് കാരണം വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരാറില്ല. ഇടയ്ക്ക് കറണ്ട് പോകുമ്പോൾ മാത്രമാണ് ബുദ്ധിമുട്ട് വരാറുള്ളൂ. അതിനിപ്പോൾ മറ്റേ എന്താ സംഭവം, ജനറേറ്ററല്ല, ഇൻവേർട്ടർ മേടിച്ച് വെക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ പൈസ എന്തൊരു അഭാവം കാര്യങ്ങളൊക്കെ കാരണം ഞങ്ങൾ മേടിക്കണം. മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഇത് സമയത്ത് നമുക്ക് കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയല്ലോ കേട്ടോ. ഇനി കൂടുതൽ വിശേഷങ്ങൾ എന്നെ കുറിച്ചിട്ട് പറയാനുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ്, ജീവിതത്തിലുണ്ടായ കുറേ അനുഭവങ്ങൾ, എൻ്റെ അമ്മയെ കുറിച്ചിട്ട്, എൻ്റെ അച്ഛനെ കുറിച്ചിട്ട്, പിന്നെ അതേപോലെ എന്താ പറയുക, എൻ്റെ മാരേജ് ലൈഫിനെ കുറിച്ചിട്ടൊക്കെ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞാൻ എന്തായാലും കുറേ നേരം വർക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് പറയുന്നത്. അതിൽ ഞാനിങ്ങനെ കൂടുതൽ പറയണത് വേറെ ഒന്നുകൊണ്ടല്ല, വീഡിയോ എടുക്കണ വേറെ ഒന്നും ഉണ്ടല്ലോ. കാരണം വർക്ക് ടൈമും കൂടുതൽ അഡീഷണലായിട്ട് ഞാൻ നൈറ്റ് ഇരുന്ന് ചെയ്യും, എന്നിട്ട് ഞാൻ ആൾക്ക് അയച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ ഇരുന്ന് ഞാൻ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. കറക്റ്റ് ഓൺ ദ സ്പോട്ട് വന്നിട്ട് ഇരിക്കുക, വർക്ക് ചെയ്യുക. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇനി എന്തായാലും വർക്കിന് ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ അല്ല, നാളെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൽ എൻ്റെ കുറച്ച് ജീവിത എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഡെയിലി ഇടുന്ന വ്ളോഗൊക്കെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.